യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ സമ്മതിക്കണം. സൈനിക ശക്തിയിൽ റഷ്യയുമായി ഒരു താരതമ്യം പോലും നടത്താൻ സാധിക്കാത്ത രാജ്യമാണ് യുക്രൈൻ. ആ രാജ്യമാണ് ലോകത്തെ വെല്ലുവിളിക്കുന്ന റഷ്യയ്ക്ക് അതേ നാണയത്തിൽ മറുപടി നൽകുന്നത്. നാറ്റോ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുന്നുണ്ടാവാം. എങ്കിലും രാജ്യത്തെയും ജനങ്ങളെയും യുദ്ധകാലത്ത് മുന്നോട്ട് നയിക്കാൻ അസാമാന്യ മനഃശക്തി വേണം. അത് സെലൻസ്കി തെളിയിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ മറ്റൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. യുക്രൈൻ സെക്യൂരിറ്റി സർവീസാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് സെലൻസ്കിയെ കൊലപ്പെടുത്താൻ റഷ്യ ശ്രമിച്ചു എന്നാണ് വെളിപ്പെടുത്തൽ. യുക്രൈൻ ഈ ശ്രമത്തെ പരാജയപ്പെടുത്തിയെന്നും സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈൻ അവകാശപ്പെടുന്നു. റഷ്യയുടെ സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയതെന്ന് SBU പറയുന്നു. സെലൻസ്കിയെയും യുക്രൈനിലെ മുതിർന്ന രാഷ്ട്രീയ സൈനിക ഓഫീസർമാരെ കൊലപ്പെടുത്തുകയുമാണ് ഇവരുടെ ലക്ഷ്യമെന്നും SBU ആരോപിക്കുന്നു. റഷ്യയുടെ പദ്ധതി നടപ്പാക്കാൻ ഒത്താശ ചെയ്തുവെന്നാരോപിച്ച് യുക്രൈൻ സ്റ്റേറ്റ് ഗാർഡിലെ 2 കേണൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. യുക്രൈനിലെ ഉന്നതർക്ക് സുരക്ഷ നൽകുന്ന ചുമതല വഹിക്കുന്നവരാണ് അറസ്റ്റിലായത്. സെലൻസ്കിയുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരെ കണ്ടെത്തി വരുതിയിലാക്കാനുള്ള ശ്രമം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടായെന്നും യുക്രൈൻ ആരോപിക്കുന്നു. 2022 ഫെബ്രുവരിയിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സുരക്ഷാ സേനയിലേക്ക് എത്തിയവരാണ് ഇവരെന്നും യുക്രൈൻ പറയുന്നു. സെലൻസ്കിയെ തടവിലാക്കാനും പിന്നീട് കൊലപ്പെടുത്താനുമായിരുന്നു പ്ലാൻ. ഇതിനായി സെലൻസ്കിയുടെ സുരക്ഷാ ചുമതലയുള്ളവരെ കണ്ടെത്താനുള്ള ജോലിയാണ് കേണൽമാർക്ക് നൽകിയത്. എന്നാൽ ഗൂഢാലോചനയുടെ കൂടുതൽ വിശദാംശങ്ങൾ യുക്രൈൻ വെളിപ്പെടുത്തിയിട്ടില്ല. യുക്രൈൻ്റെ ആരോപണത്തിൽ റഷ്യ പ്രതികരിച്ചിട്ടില്ല. സെലൻസ്കിയെ കൊലപ്പെടുത്താൻ റഷ്യ ശ്രമിക്കുന്നതായി നേരത്തെയും യുക്രൈൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. സെലൻസ്കിയെ കൊലപ്പെടുത്താനുള്ള പദ്ധതിയുടെ ഭാഗമായ ഒരാളെ അറസ്റ്റ് ചെയ്തതായി കഴിഞ്ഞ മാസം പോളിഷ് യുക്രൈൻ ഉദ്യോഗസ്ഥർ പ്രഖ്യാപിച്ചിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റിൽ സെലൻസ്കിയെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരുന്നു.